പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഭീകരരെ ധൈര്യപൂർവ്വം നേരിട്ട സയ്യിദ് ആദിൽ ഹുസൈന് കയ്യടി. പഹൽഗാമിലെ ബൈസരൻ വാലിയിലേക്ക് വിനോദസഞ്ചാരികളെ കുതിരപ്പുറത്ത് കൊണ്ടുപോകുന്ന ജോലിയായിരുന്നു ആദിൽ ഹുസൈൻ ഷാ ചെയ്തത്. അപ്രതീക്ഷിതമായുണ്ടായ ഭീകരാക്രമണത്തിൽ വിനോദസഞ്ചാരികൾ പകച്ചുനിന്നപ്പോൾ ആദിൽ ഭീകരന്റെ തോക്ക് തട്ടിമാറ്റി അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. അപ്പോഴേക്കും മറ്റൊരു ഭീകരൻ ആദിൽ ഹുസൈൻ ഷായ്ക്കു നേരെ വെടിയുതിർത്തു. വൃദ്ധരായ മാതാപിതാക്കളുടെ ഏക ആശ്രയമായിരുന്നു ആദിൽ. അതേസമയം തന്റെ മകൻ ഇന്നലെ ജോലിക്ക് പോയതിനെ ഹൃദയം തകർന്ന വേദനയിൽ പിതാവ് ഓർത്തെടുത്തത് ഇങ്ങനെ: ഇന്നലെ അവൻ പഹൽഗാമിലേക്ക് പോയി. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ ഞങ്ങൾ ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞു. ഞങ്ങൾ അവനെ ഫോൺ വിളിച്ചു, പക്ഷേ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. ഞങ്ങൾ വിളിച്ചുകൊണ്ടേയിരുന്നു. 4:40 ആയപ്പോൾ ഫോൺ ഓണായി, പക്ഷെ ആരും പ്രതികരിച്ചില്ല. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി. അപ്പോഴാണ് അവന് വെടിയേറ്റ വിവരം അറിഞ്ഞത്. അതിന് ഉത്തരവാദികൾ ആരായാലും അവരിതിന്റെ ഫലം അനുഭവിക്കണം, പിതാവ് പറഞ്ഞു. ഹുസൈനായിരുന്നു വീട്ടിലെ വരുമാനമുള്ള ഏക വ്യക്തി. തങ്ങൾ എന്തു തെറ്റാണ് ചെയ്തതെന്നും അമ്മ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഹുസൈന് 3 വെടിയേറ്റതായി ഹുസൈന്റെ സഹോദരൻ പറഞ്ഞു. പഹൽഗാമിലെ കാർ പാർക്കിംഗിൽ നിന്ന് ബൈസരൻ പുൽമേടിലേക്ക് കാൽനടയായി മാത്രമേ പോകാനാകൂ. അവിടെ എത്തുന്ന ടൂറിസ്റ്റുകളെ തന്റെ കുതിരപ്പുറത്തെത്തിക്കുന്ന ജോലിയായിരുന്നു സയ്യിദ് ആദിൽ ഹുസൈൻ ചെയ്തത്. ഭീകരർ ചാടി വീണപ്പോഴും ഭയന്ന് പിന്മാറാതെ അവരിൽ പ്രധാനിയായി പോരാടുന്നതിനിടയിലാണ് ആദിലിന് വെടിയേറ്റത്. മാതാപിതാക്കളും ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു ആദിൽ. അതേസമയം ധാരാളം വിനോദസഞ്ചാരികൾ ഭൂമിയിലെ പർദീസ എന്നറിയപ്പെടുന്ന കശ്മീരിലേക്ക് അനുദിനം എത്തിക്കൊണ്ടിരിക്കുന്നത് കശ്മീർ ജനതയ്ക്ക് പ്രത്യാശയും ആശ്വാസവും പകരുന്ന കാര്യമായിരുന്നു. അതിനിടയിലാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരാക്രമണമുണ്ടായത്. ഒട്ടും ദാക്ഷിണ്യമില്ലാതെ ഭീകരർ നടത്തിയ വെടിവെപ്പിൽ 26 പേർക്ക് ജീവൻ നഷ്ടമായി. വിനോദസഞ്ചാരികളെ കൂടാതെ പ്രദേശവാസികളും ആക്രമണത്തിൽ ഇരയായി മാറി. അതിലാണ് ആദിലിന്റെയും ജീവൻ പോയത്. വിനോദസഞ്ചാരികൾക്കു നേരെ തോക്ക് നീട്ടിയപ്പോഴാണ് ഇത്തരത്തിൽ ആദിൽ ഇടപെട്ടത്. ഈ സമയമാണ് പുറകെ നിന്ന് മറ്റൊരു ഭീകരൻ ആദിലിനെ വെടിവെച്ചത്. അതേസമയം സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇന്ന് മോദി യോഗം ചേരുകയാണ്. അജിത് ഡോവൽ, അമിത് ഷായൊക്കെ യോഗത്തിൽ പങ്കെടുക്കും. തിരിച്ചടിക്കാൻ ഉറപ്പിച്ചു തന്നെയാണ് ഇന്ത്യ മുന്നോട്ടിറങ്ങുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാന് ശക്തമായ താക്കീത് നൽകി ഇന്ത്യ മുന്നോട്ടു പോകുന്നത്. അതിനിടയിലാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരാക്രമണമുണ്ടായത്. ഒട്ടും ദാക്ഷിണ്യമില്ലാതെ ഭീകരർ നടത്തിയ വെടിവെപ്പിൽ 26 പേർക്ക് ജീവൻ നഷ്ടമായി. വിനോദസഞ്ചാരികളെ കൂടാതെ പ്രദേശവാസികളും ആക്രമണത്തിൽ ഇരയായി മാറി. അതിലാണ് ആദിലിന്റെയും ജീവൻ പോയത്.